ജിമ്മി ജെയിംസ് ഇന്നേക്ക് 9ാമത്തെ ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട്. പോലീസ് എല്ലായിടത്തുമുണ്ട്, അതിർത്തിയിലുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിർത്തിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. പക്ഷേ രാഹുലിനെ കിട്ടുന്നില്ല. ഇപ്പോൾ സർക്കാർ പ്രതിരോധത്തിലാണോ വിഷയത്തിൽ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് മായാവി എന്നാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മായാവി രാഹുൽ എന്നാണ് ഇനി വിളിക്കേണ്ട പേര്. കാരണം തമിഴ്നാട്ടിലുണ്ട്, സുള്ളിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. അദ്ദേഹം അതിർത്തി കടന്നു വരാൻ പോകുന്നു, ഇപ്പോൾ എത്തും കോടതിയിൽ, ഹോസ്ദുർഗ് കോടതിയിൽ എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ അതായിരുന്നു വാർത്ത. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പൊടിപോടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിങ്കനോ അല്ലെങ്കിൽ മായാവിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തായാലും സാധ്യമല്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് രണ്ടുമല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിൻ്റെ അധ്യായമാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? കേരളത്തിൽ ഒരുപാട് കേസിൽ പ്രതികൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. പിടികിട്ടാപ്പുള്ളികളായി സുകുമാരക്കുറുപ്പിൻ്റെ കഥയൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ വിഷയം. കേരള പോലീസിൻ്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കൂ. അങ്ങ് കുറ്റം ചെയ്ത പ്രതികളെ ആസാമിലെ ഉൾനാടുകളിൽ പോയി പിടിച്ചിട്ടുള്ള പോലീസാണ് കേരളത്തിലേത്. എപ്പോഴാണ്? കുറ്റകൃത്യം നടന്ന് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് പ്രതി ഇന്നാരാണെന്ന് തിരിച്ചറിയുന്നത് പോലും. അത് അവിടെ വരെ പോയി പിടിച്ചിട്ടുള്ള സംവിധാനമുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നത് ഓഗസ്റ്റിലാണ്. പ്രേക്ഷകർ ഓർക്കണം, ഓഗസ്റ്റിലാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്നു മുതൽ ഒരു പ്രധാനപ്പെട്ട പീഡനത്തിനിരയായ യുവതിയുടെ മൊഴിക്കായി കാത്തിരിക്കുകയായിരുന്നു പോലീസ്. കാത്തിരുന്ന് 3 മാസം കഴിഞ്ഞ് നവംബർ 27-ാം തീയതി ഈ പരാതി വരുന്നു. പരാതി രേഖപ്പെടുത്തുന്നത് വൈകുന്നേരം 4:30 മണിക്ക്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ പരാതി വരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അന്ന് രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളുമൊക്കെ ഇതിനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. സ്വാഭാവികമായും പോലീസിനും അറിയാം. അപ്പോൾ സാമാന്യ ബുദ്ധിയിൽ എന്താണ് ചെയ്യുക? രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് പോലീസ് ചിന്തിക്കുമല്ലോ. ഇനി ചിന്തിച്ചില്ലെങ്കിൽ തന്നെ എന്താ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ബലാത്സംഗ കേസിൽ ബലാത്സംഗത്തിനിരയായി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി മൊഴി കൊടുക്കാൻ പോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്യുക? ഏത് പ്രതിയും എന്താ ചെയ്യുക? മുങ്ങും. എന്നിട്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. ഇത്രയും കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ? ഇങ്ങനൊരു പരാതി വരാൻ സാധ്യതയുണ്ടെന്ന് രാവിലെ മുതൽ വാർത്തകൾ വായുവിൽ പ്രചരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലായിരുന്നു, പൊതുജന മധ്യത്തിലായിരുന്നു. 4-4:15 വരെ അദ്ദേഹം പ്രചരണത്തിന് നടത്തേണ്ട ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തും ചുറ്റുമൊക്കെ ഉണ്ടായിരുന്നു താനും. അവിടെ നിന്ന് ഈ വാർത്ത പുറത്തു വരുന്ന കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഫോൺ ഓഫ് ആവുകയാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം എത്ര മോശമായാലും പൊതുജന മധ്യത്തിൽ നിന്ന് ഒരു പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണി പൊട്ടിച്ച് പോയതൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ അനുവദിച്ചതാണ്. അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിചാരിക്കുമോ രാവിലെ മുതൽ ഒരു പരാതി വരാൻ പോകുന്നെന്ന് അറിയാവുന്ന പോലീസ് അന്ന് വൈകുന്നേരം വരെ പൊതുജന മധ്യത്തിൽ സജീവമായി നിന്ന ആ പ്രതി ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുമ്പോൾ പോലീസ് വടി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വൈകുന്നേരം പാലക്കാട് നിന്ന് മുങ്ങുമ്പോൾ പോലീസിൻ്റെ സംവിധാനം മുഴുവൻ കണ്ണടച്ചു കൊടുത്തിട്ടാണ്. അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അപ്പോഴേ പിടിക്കാമായിരുന്നു. ഇനി നിങ്ങൾ ഒരു വാദത്തിന് പറയാം, പെൺകുട്ടിയുടെ പരാതി വരുന്നത് വരെ, സ്ത്രീയുടെ പരാതി വരുന്നത് വരെ നിങ്ങൾക്ക് തൊടാനാവില്ല. വേണ്ട, നിങ്ങൾക്കൊരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരന് ഇയാളെ ഫോളോ ചെയ്യാമല്ലോ. അതല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഓഗസ്റ്റിൽ തന്നെ ഒരു പരാതിയുണ്ട്, ആ പരാതിയിൽ വിശദാംശങ്ങൾ ചോദിക്കാൻ വിളിച്ചു വരുത്താമല്ലോ. ഈ 3 മാസമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തിയിട്ടേ ഇല്ല. അവിടെയാണ് കേരള പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഗൂഢമായ തന്ത്രം. രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടണ്ട എന്നുള്ളത് കേരള പോലീസിൻ്റെ അല്ല, കേരള സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തൊടണ്ട. ഓഗസ്റ്റിൽ വന്ന ആദ്യമിട്ട പരാതി നവംബർ 27-ന് കഴിഞ്ഞ വ്യാഴാഴ്ച പെൺകുട്ടി നൽകിയ പരാതി, മൊഴി, ഇത് രണ്ടുമുള്ളപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തൊടണ്ട എന്നത് തീരുമാനിച്ചത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടട്ടെ. ഒരു തരം എലിയും പൂച്ചയും കളിയാണ് കേരള പോലീസ് തുടങ്ങി വെച്ചത്. എന്താ കാരണം? രാഷ്ട്രീയം വളരെ വ്യക്തമല്ലേ? തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതുവരെയുള്ള മുഴുവൻ കഥകൾ? സ്വർണ്ണപ്പാളി കേസിൽ CPM-ൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരു പ്രധാനപ്പെട്ട നേതാവെങ്കിലും മറ്റേയാൾ CPM-ൻ്റെ അടുത്ത ആളാണ്. VS സർക്കാരിൻ്റെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെയുള്ള 2 പേർ ജയിലിൽ കിടക്കുകയാണ്. മറ്റേയാൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു CPM നേതാവ്, VS പിണറായി പോരിൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ കൂടെ ഉറച്ചു നിന്നയാൾ, പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നയാൾ, 46 വർഷം ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുള്ളയാൾ. അയാൾ പിടിയിലാകുന്നു, അയാൾ അകത്തു പോകുന്നു, അയാൾക്കെതിരെ എന്തേ നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വെന്ത് തുടങ്ങിയല്ലേ ഉള്ളൂ, വെന്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ് എങ്ങും തൊടാതെയുള്ള മറുപടി പറയുകയും CPM പ്രതിരോധത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ സ്വർണ്ണപ്പാളിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ദ്വാരപാലക ശില്പങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, അന്വേഷണം കൊടിമരത്തിലേക്കും ശബരിമലയിലെ 18-ാം പടിയിലടക്കം പൂശിയ സ്വർണത്തിലേക്കും നീങ്ങും എന്ന സ്ഥിതി വരുമ്പോൾ കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരായ പരാതി മാത്രം പോരാ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അപ്പോൾ അറസ്റ്റ് ചെയ്താലും പോരാ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ ഒരു ദിവസം പുറകിൽ ഞങ്ങൾക്കും ഓടാം. അങ്ങനെ കുറച്ച് നാൾ ഓടിച്ചിട്ട് നമുക്ക് പിടിക്കാം. ഇത് തന്നെയായിരുന്നു പ്ലാൻ. പക്ഷേ അബദ്ധം പറ്റിയത് അവിടെ നിന്നല്ല. കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും മുൻകൂർ ജാമ്യത്തിനുള്ള വക്കീലിനെയൊക്കെ ശരിയാക്കി കോടതിയിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ മറ്റു ചില തെളിവുകൾ കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം എടുത്തേക്കും, അദ്ദേഹത്തിന് കിട്ടിയേക്കും എന്ന ഒരു ഭയം വന്നതോടു കൂടിയാണ് കേരള പോലീസും സർക്കാരും ഓടാൻ തുടങ്ങിയത്. ഓർമ്മയുണ്ടോ, ഈ കേസ് കോടതിയിൽ വരുന്നതിൻ്റെ തലേ ദിവസമാണ് വളരെ പെട്ടെന്ന് ആക്റ്റീവായി കേരള പോലീസിൻ്റെ സംവിധാനങ്ങൾ ഇറങ്ങി ഓടുന്നത്. തമിഴ്നാട്ടിൽ പോകുന്നു, ബാംഗ്ലൂരിൽ പോകുന്നു, SIT പല വശത്തേക്ക് വിന്യസിക്കപ്പെടുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയാൽ എന്ത് ചെയ്യും. കേരള പോലീസിൻ്റെ സംശയം ശരിയായിരുന്നു. കോടതി വന്നപ്പോൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ബലാത്സംഗ കുറ്റം തൽക്കാലം ജാമ്യത്തിൻ്റെ ഹർജിയിൽ പരിഗണിക്കാനാവില്ല, അത് ഈ ഘട്ടത്തിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി ജഡ്ജി പറഞ്ഞത്, അല്ലേ? ഒരൊറ്റ കേസിൽ ഒരൊറ്റ കുറ്റം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിക്കാൻ കാരണമായുള്ളൂ. അത് ഗർഭചിത്രം മനഃപൂർവ്വം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഹൈക്കോടതിയിൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയാൽ CPM-നും സർക്കാരിനും എന്തൊരു വലിയ പ്രഹരമായിരിക്കും അത്. ഇന്ന് 9-ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഹൈക്കോടതിയിലെ ഹർജി നാളെ പരിഗണിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും വിധിയിലേക്ക് പോകുക. നമുക്കറിയില്ല കോടതിയിലെ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ പറ്റാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുന്ന് പുല്ലുപോലെ ജാമ്യം വാങ്ങിച്ച് പോവുകയും ചെയ്താൽ ഈ കളിച്ച കളിയെല്ലാം CPM-നെ തിരിച്ചടിക്കാൻ പോവുകയാണ്. ഇതുവരെ പന്ത് മുഴുവൻ CPM-ൻ്റെ കയ്യിലായിരുന്നു. കോൺഗ്രസിൻ്റെ വിശാലമായ ഗോൾ പോസ്റ്റിലേക്ക് ഗോളുകൾ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുത്തില്ല, എന്തുകൊണ്ട് അയാളെ പുറത്താക്കിയില്ല, എന്തുകൊണ്ട് അയാളെ സംരക്ഷിച്ചു മുതലായ വാദങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ചോദ്യങ്ങൾ തിരിച്ചാണ്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കുന്നില്ല? കോൺഗ്രസ്സുകാർ പറഞ്ഞല്ലോ, ഏത് രാഹുൽ മാങ്കൂട്ടത്തിൽ? കോൺഗ്രസ്സുകാരനല്ല, ഞങ്ങൾ അമ്മയെ സസ്പെൻഡ് ചെയ്തതാണ്, ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പിലും ഇല്ല. അപ്പോൾ CPM തിരിച്ചതിൻ്റെ കൗണ്ടർ വാദങ്ങൾ നിന്ന് പിണറായി വിജയൻ പറഞ്ഞൊന്നും വിലപ്പോവില്ല, നിങ്ങൾ കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് പോലും. അങ്ങനെയാണെങ്കിൽ അവരെയും പിടിക്കണമെന്നേ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഡ്രൈവർ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സഹായി, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കൂടെയുള്ള മറ്റൊരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ, ഈ 3 പേരും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിച്ചതിനാ. കോൺഗ്രസ്സുകാർ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തമായ വിവരമുണ്ടെങ്കിൽ, ശരിയായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിടിക്കണം. ആർക്കാ തടസ്സം? അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേറെ ആരൊക്കെയോ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട്, കോൺഗ്രസ് എന്തോ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ തൊട്ടില്ല എന്ന് പറയുന്ന വാദം വിലപ്പോവില്ല. കർണാടകമാണ്, കർണാടകത്തിൽ കോൺഗ്രസ്സാണ്, അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ കയ്യിലാണ്. ആ വാദവും വിലപ്പോവില്ല. എന്താ കാരണം? രാഹുൽ മാങ്കൂട്ടത്തിൽ ജന്മന കർണാടകത്തിൽ സുള്ളിയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കട്ട്സിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ല. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ലുക്കൗട്ട് നോട്ടീസ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലായിരുന്നു, പാലക്കാടായിരുന്നു, പൊതുജന മധ്യത്തിലായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരനും കർണാടകത്തിലെ സർക്കാർ സംവിധാനം ഒന്നുമില്ലല്ലോ, നിങ്ങൾ പിടിച്ചില്ല, നിങ്ങൾക്ക് പിടിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കയ്യിൽ വിട്ടു പോവുകയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമ്മുടെ കൈയകലത്തിൽ വെക്കുകയും ആവശ്യം വരുമ്പോൾ പിടിക്കാം എന്നുള്ളത് ഈ ഘട്ടത്തിൽ തെന്നിപ്പോയിട്ടുണ്ടാവണം. പോലീസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ വശത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവരുടെ നിലപാട് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാട് ശരിയാണെന്ന് തെളിയുന്ന ദിവസമാണെന്ന്. കോൺഗ്രസിൻ്റെ വാദത്തിൽ എന്താണ് കുഴപ്പം? കോൺഗ്രസ് ആദ്യം പറഞ്ഞു ഒരു പരാതി പോലും വരുന്നതിന് മുമ്പ് ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പെൺകുട്ടിയുടെ പരാതിയോ ആരുടെയും പരാതി വന്നില്ല. 3 മാസം. ആ 3 മാസവും രേഖാമൂലം വന്നില്ലെന്നല്ലേ ഉള്ളൂ. ഈ നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. റിനി അടക്കം പ്രതിപക്ഷ പറഞ്ഞതാണല്ലോ. സുജിയ, ഒരാൾക്കെതിരെ ഒരു പരാതിയിൽ നടപടി എടുക്കണമെങ്കിൽ എന്താണ് നമ്മുടെ മുൻ പശ്ചാത്തലം? ഇപ്പോൾ കർണാടകത്തിൽ ഒരു അന്വേഷണം ഇല്ലാതെ നടപടി എടുത്തതിന് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർണാടകത്തിൽ തന്നെ BJP-യുടെ ഒരു നേതാവുണ്ട്, പേരറിയാമല്ലോ. അല്ല, ഈ കമ്പാരിസണിലേക്ക് പോകാതെ രാഹുലിനെതിരെ ഒരു നേതാവിനെതിരെയും ഇങ്ങനെ ഒരു നടപടി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ, ഒരു പരാതി വരാതെ എടുത്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് CPM-ൽ എടുക്കാം, നിങ്ങൾക്ക് കോൺഗ്രസിന് എടുക്കാം, നിങ്ങൾക്ക് BJP ഇന്ത്യ മുഴുവൻ എടുക്കാം. ഒരാൾക്കതിനെ എടുത്തിട്ടില്ല ആണല്ലോ. യെദ്യൂരപ്പയുടെ അടക്കമുള്ള ഇതുപോലെ ഒരു പ്രഡേറ്റർ രാഷ്ട്രീയത്തിലില്ല. അപ്പൊ യെദ്യൂരപ്പയുടെ കേസ് എന്താ?
പോക്സോയാ, അത് 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 പ്രൊഡക്ഷൻ അല്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ. ഇതുപോലെയുള്ള ഒരു സെക്ഷൽ പെർവേർട്ടിനെ ഏതുപോലെ ന്യായീകരിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു pervertനെ ന്യായീകരിക്കാനാണെന്നുണ്ടെങ്കിൽ I am very sorry. നോക്കൂ, ബലാത്സംഗ കേസുകൾ പല രൂപത്തിലാണ്. അതിൽ യെദ്യൂരപ്പയുടെ കേസ് എന്താ? യെദ്യൂരപ്പയുടെ കേസ് എന്താ? യെദ്യൂരപ്പ എന്താ തൊടാത്തെ? ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഒരു 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 കമ്മിറ്റി മാറ്റി നിർത്തിയിട്ടുണ്ടോ? BJP വർത്താനം പറയരുത്, അങ്ങനെയല്ല. പിന്നെ ഈ ഞാനിവിടെ പറയുന്ന രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, രാഹുൽ മാങ്കൂട്ടത്തിലല്ല, രാഹുൽ ഗാന്ധി, രാഹുൽ മാങ്കൂട്ടത്തിലല്ല, രാഹുൽ ഗാന്ധി ആയാലും മാന്യനായ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ രാഹുൽ മാന്യനായ നിഷ്കളങ്കൻ എന്നുള്ള പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലായാലും രാഹുൽ ഗാന്ധി ആയാലും യെദ്യൂരപ്പ ആയാലും ഇനി കേരളത്തിലെ CPM നേതാക്കളെ ആരായാലും ഇന്നേ വരെ അങ്ങനെ പ്രീസിഡൻസ് ഇല്ല. പക്ഷേ ആ പ്രീസിഡൻസിൽ കോൺഗ്രസ് അത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പണ്ടേ പുറത്താക്കേണ്ടതാണ്, ഈ കാര്യത്തിൽ അറിയാൻ. പക്ഷേ ഞാൻ പറഞ്ഞത് നാട്ടിലെ ഇതുവരെയുള്ള രീതി വെച്ചിട്ട് കോൺഗ്രസ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഒരു BJP-കാരനും ഒരു CPM-കാരനും ഇതുവരെ ഒരു കോൺഗ്രസ്സുകാരനും ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വവും ചെയ്യാത്തൊരു നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എടുത്തത്. അതിനുശേഷം 3 മാസം കടന്നുപോയി, ആ 3 മാസം പരാതി വന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മെല്ലെ തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ചോദ്യം എന്താ? പരാതി എവിടെ? പരാതിയില്ല. എന്ത് ചെയ്യാൻ പറ്റും പാർട്ടിക്ക്? അതിനുശേഷം പരാതി വരുന്നു. പരാതി വരുമ്പോൾ വളരെ കാര്യമായി ആ വിഷയത്തിൽ കോൺഗ്രസ് ഇടപെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ ഒരു പരാതിയുടെ പേരിൽ മുൻകൂർ ബെയിൽ കിട്ടാത്തതിൻ്റെ പേരിൽ പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രസിഡൻസ് കേരളത്തിലുണ്ടോ? ബെയിൽ ഡിനൈ ചെയ്തു, ജയിലിൽ പോയി. എത്ര പേരെ പുറത്താക്കിയിട്ടുണ്ട്? കോൺഗ്രസ്സിലെടുത്തോ CPM-ലെടുത്തോ? അങ്ങനെയില്ല. അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലപാട് വിൻഡിക്റ്റീവായ ദിവസമാണെന്ന്, അല്ലെങ്കിൽ ഇന്നലെ കോൺഗ്രസ് ഈ കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് തന്നെയാണ് എടുത്തത്. താരതമ്യമില്ലാത്ത കേസാണ് അത്, കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്ത് സംശയം? അല്ല, ഞാൻ ചോദിക്കുന്നത് ഓരോ കേസിലും നിങ്ങൾ ഈ ഇപ്പോൾ CPM-ൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസിൻ്റെ MLA വിശദമായി നിങ്ങൾ ഈ അവരുടെ കുറ്റപത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഈ 2025 ഫെബ്രുവരിയിലാണ് മുകേഷിൻ്റെ കേസിൽ കുറ്റപത്രം കൊടുത്തത്. കുറ്റപത്രം എടുത്ത് വായിച്ചു നോക്ക്. എന്താ സംഭവം? റേപ്പ് തന്നെയാണ്, അതാണ് അലിഗേഷൻ. അപ്പോൾ ഈ കാര്യത്തിൽ ഇതുവരെ ചെയ്ത കാര്യം ഇങ്ങനെ. അതേസമയം ഇപ്പുറത്തോ കേസിൽ 2 പേർ ജയിലിനകത്താണ്. ആ 2 പേരുടെ കാര്യത്തിൽ എന്താ പറയുന്നത്? വിധി വരട്ടെ. അപ്പോൾ TP ചന്ദ്രശേഖരൻ കേസിലോ വിധി വന്നു. അപ്പോഴോ അത് വേറെ. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാൻ പറ്റും ജിമ്മി സാറേ. അവരാരും അങ്ങനെയല്ല. കേസിൽ തമ്മിൽ എങ്ങനെയാണ് അല്ല താരതമ്യം അത് കൊലപാതകമാണ്. അത് എങ്ങനത്തെ കൊലപാതകമാണെന്ന് ആലോചിക്കണം. താങ്കൾ കൊലപാതകികളെ എങ്ങനത്തെ കൊലപാതകം വീട്ടിൽ കയറ്റും? ഇത് അങ്ങനെ തിരിച്ചറിയാൻ സമീപനം എന്ത് നിർത്താൻ മതി? ഞാൻ പറയുന്നത് അറിയോ, ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ആത്യന്തികമായ ഘടകം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത ഒരു കേസ്, കോടതി മേൽനോട്ട് നടന്ന അന്വേഷണം, കേരള പോലീസ് കണ്ടുപിടിച്ച് ജയിലിലിട്ട ഒരു കേസ്, ഈ 2 കേസിലും ഒരൊറ്റ നടപടി പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആദ്യം ഒരു നടപടി എടുക്കുന്നു, സസ്പെൻഷൻ. അതിനുശേഷം മുൻകൂർ ജാമ്യം കോടതി തള്ളുമ്പോൾ പുറത്താക്കിയിരിക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുടെ ബാധ്യതയാണെന്ന് അറിയാമോ? CPM-ൻ്റെ ബാധ്യതയാണ്. എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് അയാൾ മുങ്ങിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിനാണ്. പോലീസിനെ കൊണ്ട് അനങ്ങണ്ടെന്ന് തീരുമാനിപ്പിച്ചത് ഏത് യുക്തിയുള്ള ആൾക്ക് മനസ്സിലാകും, അത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ചുരുക്കത്തിൽ സർക്കാരാണ് പ്രതിരോധത്തിൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ പറയുന്നത് പോലെ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാദം അത് കോൺഗ്രസ്സുകാരാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരാണ് സഹായിച്ചതെങ്കിൽ ആ പറഞ്ഞ വാദത്തിന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അവരെയും കൂടെ അറസ്റ്റ് ചെയ്യണം, കസ്റ്റഡിയിലെടുക്കണം. എന്താ കുഴപ്പം? ആരെങ്കിലും പറയുമോ? തെളിവുണ്ടല്ലോ, ചെയ്യട്ടെ. ശരി. Meet the editors.